നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുളിച്ചു കഴിഞ്ഞില്ല. പാറു, പോവാൻ പറ. കുളിച്ചത് മതി. റൂമിൽ പോയി നനഞ്ഞതൊക്കെ മാറ്റ്. ചെല പാർവതി, ഡയാന അത് പറഞ്ഞപ്പോ നീ പേടിച്ചു പോയല്ലേ? കുട്ടികളെ വെള്ളം ഒഴിച്ചത് തെറ്റ് തന്നെയാ. അവര് വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ. അതിന് പകരമായിട്ട് എന്റെ തലയിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോ. ഓ, അല്ലാതെ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തില് അമ്മയും ചേച്ചിയും ഒന്നും വലിച്ചിടരുത്. അവരിവിടെ ഉള്ളതുകൊണ്ടല്ലേ അവരിതിലേക്ക് വലിച്ചിടുന്നത്. അല്ലാതെ നിന്റെ തറവാട്ടി കയറി അവരിങ്ങോട്ട് പിടിച്ചു വലിച്ചോണ്ട് വന്നില്ലല്ലോ. പൊന്നുമുള്ളു ടൗണിൽ വന്ന് കിടക്കുന്നത് കുടുംബം പോറ്റാനൊന്നും അല്ല, മറ്റു പല ഏർപ്പാടുകൾക്കും ആണെന്ന് നിന്റെ അമ്മയും ചേച്ചി അറിയട്ടെ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവിളി പറഞ്ഞത് അനാവശ്യമല്ല, സത്യം. ഇനിയും പറയും. നീ എന്തേ പറഞ്ഞു നോക്ക്, അപ്പൊ മനസ്സിലാവും. എന്താ ഇവിടെ പ്രശ്നം? മാഡം, ഇവളുടെ നാട്ടിൽ നിന്ന് വന്ന ആ കുട്ടികള് ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് മാഡത്തിന് അറിയോ? ദേ, ഇവരുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചു, ഇവിടെ കിടന്ന് ബഹളം വെച്ചു. ആ കുട്ടികൾ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല മാഡം. അവരുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതാ. വെള്ളമല്ലേ മാഡം, അല്ലാതെ ആസിഡ് ഒന്നും അല്ലല്ലോ. ആ അബദ്ധം എന്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചിരുന്നെങ്കിൽ, എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം ഇവളുടെ ദേഹത്ത് വീണിരുന്നെങ്കിൽ ഈ നാലും കൂടി എന്റെ മെക്കെട്ട് കയറില്ലായിരുന്നോ? മാഡത്തിനോട് പെർമിഷൻ ചോദിക്കാതെ ഫ്രണ്ടിനെ കാണാൻ പോയ ഋതികെ മാഡം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി.